നമസ്കാരം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. അങ്ങനെ നമ്മളൊരു പുതിയ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ച വളരെയധികം പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരാഴ്ചയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് മാർക്കറ്റ് കാത്തിരിക്കുന്ന യു എസിൽ നിന്ന് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം വരുന്ന ആഴ്ചയാണ്. ജൂലൈ 31 ആ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ യു എസിലെ സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷയിലാണ് യു എസ് മാർക്കറ്റ് കഴിഞ്ഞ വീക്കെൻഡ് ശക്തമായ റാലി രേഖപ്പെടുത്തിയതും സ്റ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് ഫ്യൂച്ചർ പോസിറ്റീവായതും ഈവൻ ഇന്ത്യൻ മാർക്കറ്റ് ഹൈ പോകാനായിട്ടുള്ളൊരു കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഓൾ ടൈം ഹൈ പോകാനായിട്ടുള്ള കാരണം എസ്പെഷ്യലി IT സ്റ്റോക്കുകൾ ഉയരാനായിട്ടുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു ഡിസിഷന് മുമ്പേ അത് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യു എസ് മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും അതുവഴി മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റിലും. എങ്കിലും ആ ഒരു ദിവസം വളരെയധികം ക്രൂഷ്യലാണ്. ഗ്ലോബൽ ഈവൻറ്റ് ചെക്ക് ചെയ്യണം. ഈ ഒരാഴ്ചയിൽ നമ്മളുടെ വെബ്സൈറ്റായിട്ടുള്ള bismate.comലെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിൽ അത്തരം ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ അത് ഗ്ലോബൽ ഈവൻറ്റും IP ഉൾപ്പെടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം ട്രേഡ് ബഡിയുടെ ലിങ്ക്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് ഈ ഒരാഴ്ചയിൽ പ്രധാന ഒരു ഈവൻ്റ് ആയിട്ടുള്ളത്. കൂടാതെ തന്നെ ICICI ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരുന്നു, അത് ഇന്ന് റിയാക്ട് ചെയ്യും. കൂടാതെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിസൾട്ട്, അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ വെള്ളിയാഴ്ച ദിവസത്തിന് ശേഷം വന്നു. നല്ല പോസിറ്റീവ് റിസൾട്ടാണ്, അതും റിയാക്ട് ചെയ്യും. നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. അന്ന് പിന്നെ നിഫ്റ്റി ഇന്ന് ഇടിഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഘടകങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം മേ ബി ഒരു മാർക്കറ്റ് ഒരു ഹെൽത്തി കറക്ഷൻ നടത്തിയേക്കാം. അല്ലാതെ ചാടി കയറി മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യരുത്. കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് നമ്മൾ വേദനയോടെ കാത്തിരിക്കേണ്ടത് കാണും. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്താൽ അത് വളരെയധികം വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. സ്റ്റോക്കുകളുടെ വാർത്തകൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്കും നമ്മൾ കൊടുക്കാം. ആദ്യം ICICI ബാങ്കാണ്. ഡെപ്പോസിറ്റ് 15% ഉയർന്നു. അഡ്വാൻസ് ഗ്രോത്ത് 15% ഉയർന്നു. ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 13% ഉയർന്നു. അങ്ങനത്തെ ഒരു ന്യൂസാണ്, റിസൾട്ടാണ് ICICI ബാങ്കിന് വന്നത്. അൾട്രാടെക് സിമെൻറ്റ് ഇവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഏകദേശം 28% സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. PNB പഞ്ചാബ് നാഷണൽ ബാങ്ക് ഡെപ്പോസിറ്റ് 8% ഉയർന്നു. അഡ്വാൻസ് ഗ്രോത്ത് 14% ഉയർന്നിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിരുന്നു, എന്നാൽ റവന്യൂ 14% ഉയർച്ച നേടി. റൈറ്റ്സ് കമ്പനി അവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ജൂലൈ 31 അതിൻ്റെ ബോർഡ് മീറ്റിംഗും ഉള്ളത്. IDFC ഫസ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് 41% ഉയർന്നിട്ടുണ്ട്. അഡ്വാൻസ് 24% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 25% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് എന്നാൽ 11% ഡൗൺ ആണ് കണ്ടത്. MCX മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് കമ്പനി ഇവിടെ ആനുവൽ ഡെയിലി ടേൺ ഓവർ കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൽ FNOയിൽ 31% ഉയർന്നു. നിലവിൽ ഡെറിവേറ്റീവിൽ കമ്മ്യൂണിറ്റി ഡെറിവേറ്റീവിലും കമ്മ്യൂണിറ്റി ഇക്വിറ്റിയിലും ട്രേഡ് ചെയ്യാനായിട്ട് എലിജിബിളായിട്ടുള്ള ആകെ ഒരു എക്സ്ചേഞ്ച് MCX ആണ്. മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചാണ്. ആക്ച്വലി ഇതൊരു മൊണോപ്പൊളി കമ്പനിയാണ്. KC ഇൻ്റർനാഷണൽ കമ്പനി റിസൾട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ്. കൂടാതെ തന്നെ 60,000 കോടി രൂപയുടെ ഫണ്ട് റൈസ്, റവന്യൂ ഉയർന്നു എന്നുള്ള ന്യൂസാണ് KC ഇൻ്റർനാഷണൽ സംബന്ധിച്ചുള്ളത്. NTPC നെറ്റ് പ്രോഫിറ്റ് 11% വളർച്ച നേടിയിട്ടുണ്ട്. SBI കാർഡ് നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു, എന്നാൽ റവന്യൂ 11% വർധനവ്. കാർഡ് സ്പെൻഡും ആളുകളുടെ ക്രെഡിറ്റ് കാർഡ് കമ്പനിയാണല്ലോ, കാർഡ് സ്പെൻഡും 4% വർധനവ്. BHEL കമ്പനിക്ക് ഏകദേശം 10,000 കോടി രൂപയുടെ ഓർഡർ ദാമോദർ വാലി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു. പുതിയ പവർ സ്റ്റേഷൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബന്ധൻ ബാങ്ക് കമ്പനി 721 കോടി രൂപയിൽ നിന്ന് 1,063 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ജീനസ് പവർ കമ്പനി 19 കോടി രൂപയിൽ നിന്ന് 42 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് കമ്പനി 115 നിന്ന് 500 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കെഫിൻ ടെക് കമ്പനി 43 നിന്ന് 68 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കീനസ് ടെക്നോളജി കമ്പനി 24 നിന്ന് 50 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഈ ORB സ്ട്രാറ്റജീനെ കുറിച്ച് നമ്മൾ അറിയണം, പഠിക്കണം. കാരണം ഇങ്ങനെ പോസിറ്റീവ് ന്യൂസ് വരുന്ന കമ്പനീസ്
പെട്ടെന്നൊരു റാലി രേഖപ്പെടുത്തി മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടേക്കാം. എന്നാൽ ബയേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ ബൈയിങ്ങിന് കണ്ടിന്യൂ ബൈയിങ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റോ 15 മിനിറ്റോ ഈവൻ ഇൻട്രാഡേ സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് അവർ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഒരു എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ മിഡിലായിട്ട് ഇടാം. അപ്പോൾ അങ്ങനെ ഒരു 3-4 ട്രേഡ് എടുക്കുമ്പോൾ നല്ല നല്ല ന്യൂസുള്ള കമ്പനീസിൻ്റെ 3-4 ട്രേഡ് എടുക്കുമ്പോൾ ഒരു 2 എണ്ണമൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഒരെണ്ണം ശക്തമായിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ അതൊരു ട്രേഡ് സെറ്റപ്പാണ്. ഓപ്പൺ റേഞ്ച് ബ്രേക്കൗട്ട് സ്റ്റോക്കുകളെ നമ്മൾ ആദ്യം പിക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഉയർന്ന വിലയിൽ സ്റ്റോക്കിൻ്റെയൊക്കെ ഓർഡർ ഇടാൻ സാധിക്കും. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറിലാണ് നിലവിലെ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഉയർന്ന വിലയിൽ. അതായത് ഒരു സ്റ്റോക്ക് ആദ്യത്തെ 15 മിനിറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 110 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന LTP 95 എങ്കിൽ ഇപ്പോഴേ തന്നെ നമുക്ക് 110 മറികടക്കുമ്പോൾ ഒരു ഓർഡർ ഇടാൻ സാധിക്കും. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ബിറ്റ്കോയിൻ 68, ബ്രെൻഡ് ഓയിൽ 80, ഗോൾഡ് 2400 വീണ്ടും തിരിച്ചു കയറി. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ, ഫ്യൂച്ചർ എല്ലാം തന്നെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ആദ്യം നിഫ്റ്റി സ്പോട്ട് ഉള്ളത് 24,850, PCR 1.28 ആണ്. 25,000 മേജർ റെസിസ്റ്റൻസ് ആണ്. 24,600, 24,500 സപ്പോർട്ട് സോൺ. ബാങ്ക് നിഫ്റ്റി 51,300 സ്പോട്ട്, 51,500 റെസിസ്റ്റൻസ് ഉണ്ട്. 52,000 മേജർ റെസിസ്റ്റൻസ്, 51,000 മേജർ സപ്പോർട്ട്. PCR 1 താഴെയാണ്. ഫിൻ നിഫ്റ്റി 23,300 സ്പോട്ട്, 23,000 സപ്പോർട്ട് സോൺ, 23,500, 23,600 റെസിസ്റ്റൻസ് സോൺ. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ 3 പ്രധാന ഇൻഡെക്സിനെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത് ഇപ്പോൾ സെൻസിബിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഫ്രീ ആണ് ആക്ച്വലി. സർവ്വതാക്കാർക്കൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിൽ ഓരോ 5 മിനിറ്റിലും ഈ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ മാറുന്നത് കാണാൻ സാധിക്കും. അതേ ഓപ്പൺ ഇൻട്രസ്റ്റ് തന്നെ 10 മിനിറ്റിലും 1 ഡേയിലും മാറുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ സ്ക്രീൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്രീന് ഇപ്പോൾ വളരെ ഒരു പ്രസക്തമായ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, മൾട്ടിപ്പിൾ സ്ക്രീന് വേണോ ലാപ്ടോപ്പ് വേണോ എന്നുള്ളത്. നമുക്കൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. ഒരു പല പല സ്ക്രീനുകളും വേണം ഓപ്ഷൻ ബയർ ആണെങ്കിൽ. അതിൻ്റെ ഒരു റിയാക്ഷൻ അനുസരിച്ചാണ് ഓപ്ഷൻ ബയേഴ്സ് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലെങ്കിൽ മൊബൈൽ സ്ക്രീന് 2 മൊബൈൽ ഉണ്ടെങ്കിലും നോ പ്രോബ്ലം. ചാർട്ട് കാണുക എന്നുള്ളതാണ്. ചാർട്ടിലുണ്ടാവുന്ന പ്രൈസ് ആക്ഷനെ സ്വാധീനിക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റുള്ള ഘടകങ്ങളും വീണ്ടും കാണാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ എനിവേ വിശദമായിട്ട് വൈകിട്ട് 7 മണിക്ക് നമുക്ക് കാണാം. എല്ലാവർക്കും ശുഭദിനം വീണ്ടും നേരുന്നു. താങ്ക് യു.